നമസ്കാരം സുഹൃത്തുക്കളെ, ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഏതൊരു PSC എക്സാം എടുത്താലും ജനറലായിട്ട് ചോദിക്കുന്ന കുറേ ചോദ്യങ്ങൾ നമ്മൾ പഠിച്ചിരിക്കണം. അങ്ങനത്തെ ഒരു സെറ്റ് ക്വസ്റ്റ്യൻസുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇപ്പം ഡിഗ്രി ലെവലായാലും 10th ലെവലായാലും +2 ലെവലായാലും ഏത് എക്സാമിനും ജനറലായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ ചോദ്യം, ആൻറ്റിബോഡി ഇല്ലാത്ത രക്തഗ്രൂപ്പ് ഏതാണ്? ആൻറ്റിബോഡി ഇല്ലാത്ത രക്തഗ്രൂപ്പാണ് AB ഗ്രൂപ്പ്. AB ഗ്രൂപ്പിൽ എന്തില്ല? ആൻറ്റിബോഡി ഇല്ല. AB എന്ന് ഉദ്ദേശിക്കുന്നത് ആൻറ്റിബോഡി ഇല്ല എന്നുദ്ദേശിച്ചാൽ മതി. രക്തത്തെ വ്യത്യസ്ത ഗ്രൂപ്പുകളായി തിരിക്കുന്നത് അരുണരക്താണുക്കളിൽ അടങ്ങിയിരിക്കുന്ന ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ്, അല്ലെങ്കിൽ ഏതിൻ്റെ സാന്നിധ്യമാണ് രക്തത്തിൻ്റെ ഗ്രൂപ്പുകളെ ഇപ്പം A ഗ്രൂപ്പ് B ഗ്രൂപ്പ് എന്ന് തിരിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ആൻറ്റിജനുകളുടെ അടിസ്ഥാനത്തിലാണ് വ്യത്യസ്ത ഗ്രൂപ്പുകളായി തിരിക്കുന്നത്. രോഗാണുക്കളെ നശിപ്പിക്കുവാൻ കഴിവുള്ള ശ്വേതരക്താണുക്കൾക്ക് ഉദാഹരണം. രോഗാണുക്കളെ നശിപ്പിക്കുക എന്ന് ഉദ്ദേശിക്കുന്നത് വിഴുങ്ങി നശിപ്പിക്കുക. അപ്പോൾ അങ്ങനെയുള്ള ശ്വേതരക്താണുക്കൾ ഏതൊക്കെയാണ്? ന്യൂട്രോഫിലും മോണോസൈറ്റും. ശ്വേതരക്താണുക്കൾ അഥവാ WBC 5 ടൈപ്പ് ഉണ്ട്. അതിലെ ന്യൂട്രോഫിലും മോണോസൈറ്റും ആണ് രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്നത്. ആ പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് ഫാഗോസൈറ്റോസിസ്. ഫാഗോ എന്ന് വെച്ചാൽ വിഴുങ്ങുക, സൈറ്റോ എന്ന് വെച്ചാൽ കോശങ്ങൾ. ഓക്കെ, അടുത്ത ചോദ്യം, വിൽപ്പന നികുതി ചുമത്തുന്നത് സംസ്ഥാന സർക്കാരാണ് വിൽപ്പന നികുതി ചുമത്തുന്നത്. കസ്റ്റംസ് ഡ്യൂട്ടി ചുമത്തുന്നത് ആരാണ്? കേന്ദ്ര സർക്കാരാണ്. അപ്പോൾ കസ്റ്റംസ് ഡ്യൂട്ടി കേന്ദ്ര സർക്കാരും വിൽപ്പന നികുതി സംസ്ഥാന സർക്കാരുമാണ് ചുമത്തുന്നത്. ഇന്ത്യയിൽ ഒരു സാമ്പത്തിക വർഷം, ഒരു എക്കണോമിക് ഇയർ എന്ന് പറയുന്നത് ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ്. ഏപ്രിൽ എന്നാലോചിച്ചാൽ മതി. ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ് ഒരു സാമ്പത്തിക വർഷം. 1969 ജൂലൈ 19 14 ബാങ്കുകൾ ദേശസാൽക്കരിച്ചപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു? ശ്രീമതി ഇന്ദിരാഗാന്ധി ആയിരുന്നു. 1969 ജൂലൈ 19 ഡേറ്റ് അടക്കം ഓർത്തു വെക്കുക. 1969 ജൂലൈ 19 എത്ര ബാങ്കുകൾ ദേശസാൽക്കരിച്ചു എന്ന് ചോദിച്ചിട്ടുണ്ട്. 14 ബാങ്കുകൾ ദേശസാൽക്കരിച്ചപ്പോൾ ആരായിരുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി? ഇന്ദിരാഗാന്ധി ആയിരുന്നു. ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നത് റിസർവ് ബാങ്ക് ആണ്. ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നത് റിസർവ് ബാങ്ക് ആണ്. ആരുടെ ജന്മദിനമാണ് ദേശീയോദ്ഗ്രഥന ദിനമായി ആചരിക്കുന്നത്? ഇന്ദിരാഗാന്ധിയുടെ ജന്മദിനമാണ്. എന്നാണ്? നവംബർ 19 ദേശീയോദ്ഗ്രഥന ദിനമായി ആചരിക്കുന്നത്. സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരാണ്? സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആണ് ലോർഡ് വെല്ലസ്ലിയാണ് സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയത്. വേലുത്തമ്പി ദളവ പ്രസിദ്ധമായ കുണ്ടറ വിളംബരം നടത്തിയ വർഷം 1809. 1809 വേലുത്തമ്പി ദളവ പ്രസിദ്ധമായ കുണ്ടറ വിളംബരം നടത്തിയത്. 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആരാണ്? EMS നമ്പൂതിരിപ്പാടാണ് 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ്. സാമ്പത്തിക വളർച്ച കണക്കാക്കുന്നതിലെ അടിസ്ഥാനം എന്താണ്? സാമ്പത്തിക വളർച്ച കണക്കാക്കുന്നതിലെ അടിസ്ഥാനമാണ് ദേശീയ വരുമാനം. ഹ്യൂമൻ ഡെവലപ്മെന്റ് റിപ്പോർട്ട് തയ്യാറാക്കുന്നത് UNDP ആണ്. ഹ്യൂമൻ ഡെവലപ്മെന്റ് റിപ്പോർട്ട് തയ്യാറാക്കുന്നത്. ആധുനിക പരിസ്ഥിതി പ്രസ്ഥാനത്തിന്റെ മാതാവായി അറിയപ്പെടുന്ന റേച്ചൽ കാഴ്സൺ രചിച്ച വിഖ്യാത ഗ്രന്ഥം ഏത്? സൈലന്റ് സ്പ്രിംഗ്. ഇപ്പോൾ സൈലന്റ് സ്പ്രിംഗ് രചിച്ചത് ആരാണെന്ന് PSC ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. റേച്ചൽ കാഴ്സൺ ആണ് സൈലന്റ് സ്പ്രിംഗ് രചിച്ചത്. നമുക്ക് എല്ലാവരുടെയും ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്തുവാനുള്ള വിഭവങ്ങളുണ്ട്. എന്നാൽ ഒരാളുടെ പോലും അത്യാഗ്രഹത്തെ നിറവേറ്റാനുള്ളതില്ല താനും. ആരുടെ വാക്കുകളാണ് ഇത്? മഹാത്മാഗാന്ധിയാണ് ഇങ്ങനെ പറഞ്ഞത്.
പരിസ്ഥിതി സംരക്ഷണത്തിനും വികസനത്തിനുമുള്ള ആദ്യ ലോക സമ്മേളനം നടന്ന സ്ഥലമാണ് സ്റ്റോക്ക്ഹോമിൽ വെച്ചിട്ടാണ് പരിസ്ഥിതി സംരക്ഷണത്തിനും വികസനത്തിനുമുള്ള ആദ്യത്തെ ലോക സമ്മേളനം നടന്നത്. സ്റ്റോക്ക്ഹോം. ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി ടിസ്കോ സ്ഥാപിച്ച വർഷം 1907. 1907 ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി സ്ഥാപിച്ചത്. ഭിലായ് സ്റ്റീൽ പ്ലാന്റ് ഏത് രാജ്യത്തിന്റെ സാങ്കേതിക സഹായത്തോടെയാണ് നിർമ്മിച്ചത്? റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെയാണ് ഭിലായ് സ്റ്റീൽ പ്ലാന്റ് നിർമ്മിച്ചത്. ഛത്തീസ്ഗഡിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ജർമ്മൻ സാങ്കേതിക സഹായത്തോടെ നിർമ്മിച്ച സ്റ്റീൽ പ്ലാന്റ്. ഈ ചോദ്യമാണ് PSC നിരവധി തവണ റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത്. ജർമ്മനിയുടെ സാങ്കേതിക സഹായത്തോടെ നിർമ്മിച്ച സ്റ്റീൽ പ്ലാന്റ് ആണ് റൂർക്കേല സ്റ്റീൽ പ്ലാന്റ്. ദുർഗാപൂർ സ്റ്റീൽ പ്ലാന്റിന് സാങ്കേതിക സഹായം നൽകിയ രാജ്യം ഏതാണ്? ഇംഗ്ലണ്ട്. ബ്രിട്ടനാണ് ദുർഗാപൂർ സ്റ്റീൽ പ്ലാന്റിന് സാങ്കേതിക സഹായം നൽകിയത്. വെസ്റ്റ് ബംഗാളിലാണ് സ്ഥാപിച്ചിരിക്കുന്നത്. അടുത്ത ചോദ്യം, ദക്ഷിണ റെയിൽവേയുടെ ആസ്ഥാനം എവിടെയാണ്? ദക്ഷിണ റെയിൽവേയുടെ ആസ്ഥാനം ചെന്നൈയിലാണ് ദക്ഷിണ റെയിൽവേയുടെ ആസ്ഥാനം. കൊങ്കൺ റെയിൽവേയുടെ ആസ്ഥാനം എവിടെയാണ്? കൊങ്കൺ റെയിൽവേയുടെ ആസ്ഥാനം നവി മുംബൈയിലാണ് കൊങ്കൺ റെയിൽവേയുടെ ആസ്ഥാനം. ഉത്തര റെയിൽവേയുടെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയിലാണ് ഉത്തര റെയിൽവേയുടെ ആസ്ഥാനം. കൊങ്കൺ റെയിൽപാതയിലൂടെ ഗതാഗതം ആരംഭിച്ച വർഷം 1998 ജനുവരി 26. 1998 ജനുവരി 26 കൊങ്കൺ റെയിൽവേ പാതയിലൂടെ ഗതാഗതം ആരംഭിച്ചത്. കൊങ്കൺ റെയിൽവേ പാതയുടെ ദൈർഘ്യം എത്രയാണ്? 760 കിലോമീറ്റർ ആണ് കൊങ്കൺ റെയിൽവേ പാതയുടെ ദൈർഘ്യം എന്ന് പറയുന്നത്. 760 കിലോമീറ്റർ. എന്നാണ് ആരംഭിച്ചത് ഗതാഗതം? 1998 ജനുവരി 26. രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഹൈദരാബാദിലാണ് രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത്. കരിപ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? കരിപ്പൂർ വിമാനത്താവളം മലപ്പുറം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ന്യൂഡൽഹിയിലാണ് ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത്. സർദാർ വല്ലഭായ് പട്ടേൽ അന്താരാഷ്ട്ര വിമാനത്താവളം എവിടെയാണ്? അഹമ്മദാബാദിലാണ് സർദാർ വല്ലഭായ് പട്ടേൽ അന്താരാഷ്ട്ര വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത്. ജുമിങ് എന്ന കൃഷിരീതി നിലവിലുള്ള സംസ്ഥാനം ഏതാണ്? ജുമിങ് എന്ന കൃഷിരീതി ഏത് സംസ്ഥാനത്താണ് നിലവിലുള്ളത്? അരുണാചൽ പ്രദേശിലാണ് നിലവിലുള്ളത്. ഖൈബർ ചുരം ഏതെല്ലാം രാജ്യങ്ങളെ തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്? ഖൈബർ ചുരം പാകിസ്ഥാനെയും അഫ്ഗാനിസ്ഥാനെയും തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും ഉയരമേറിയ കൊടുമുടി ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും ഉയരമേറിയ കൊടുമുടിയാണ് മൗണ്ട് K2 അഥവാ ഗോഡ്വിൻ ഓസ്റ്റിൻ ആണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരമേറിയ കൊടുമുടി. മൗണ്ട് K2 അഥവാ ഗോഡ്വിൻ ഓസ്റ്റിൻ. സിയാച്ചിൻ ഹിമാനിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി ഏത്? സിയാച്ചിൻ ഹിമാനിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദിയാണ് നുബ്ര നദി. ഗോർണിക്ക എന്ന പെയിന്റിംഗ് വരച്ചത് ആരാണ്? പാബ്ലോ പിക്കാസോ. ഇതാണ് ഗോർണിക്ക എന്ന പെയിന്റിംഗ് വരച്ചത് ആരാണ്? പാബ്ലോ പിക്കാസോ ആണ്. സിമാലിക് പർവ്വത നിരകൾക്ക് ലംബമായി കാണപ്പെടുന്ന നീളമേറിയതും വിസ്തൃതവുമായ താഴ്വരകൾ അറിയപ്പെടുന്ന പേരാണ് ഡ്യൂണുകൾ. അപ്പോൾ ഡ്യൂണുകൾ കാണപ്പെടുന്നത് സിവാലിക് പർവ്വതനിരകൾക്ക് ലംബമായിട്ടാണ്. ഉദാഹരണം ഡെറാഡൂൺ. ഗംഗാ നദി ബംഗ്ലാദേശിൽ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഗംഗാ നദി ബംഗ്ലാദേശിൽ പത്മ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. പത്മ. ബ്രഹ്മപുത്ര നദി ടിബറ്റിൽ ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? സാങ്പോ എന്ന പേരിൽ ടിബറ്റിൽ അറിയപ്പെടുന്ന നദിയാണ് ബ്രഹ്മപുത്ര നദി. മഹാരാഷ്ട്രയിലെ നാസിക് ജില്ലയിൽ ഉൾപ്പെടുന്ന പശ്ചിമഘട്ട നിരകളിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി ഏതാണ്? മഹാരാഷ്ട്രയിലെ നാസിക് ജില്ലയിൽ ഉൾപ്പെടുന്ന പശ്ചിമഘട്ട നിരകളിൽ നിന്നും ഉത്ഭവിക്കുന്ന നദിയാണ് ഗോദാവരി. മഹാരാഷ്ട്രയിലെ നാസിക് ജില്ലയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ഹിരൺ, ബൽജാൻ എന്നിവ ഏത് നദിയുടെ പോഷക നദികളാണ്? നർമ്മദ നദിയുടെ പോഷക നദികളാണ് ഹിരൺ നദിയും ബൽജൻ നദിയും. ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ കേന്ദ്രഭരണ പ്രദേശമാണ് ആൻഡമാൻ നിക്കോബാർ ആണ് ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ കേന്ദ്രഭരണ പ്രദേശം.
ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന അല്ലെങ്കിൽ വേർതിരിക്കുന്ന സമുദ്രഭാഗം ഏതാണ്? ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളെ തമ്മിൽ വേർതിരിക്കുന്നത് 10 ഡിഗ്രി ചാനലാണ്. 10 ഡിഗ്രി ചാനൽ. നിക്കോബാർ ദ്വീപ സമൂഹങ്ങളുടെ തെക്കേ അറ്റം അറിയപ്പെടുന്നത് ഇന്ദിരാ പോയിന്റ് എന്നതാണ്. നിക്കോബാർ ദ്വീപുകളുടെ തെക്കേ അറ്റം അറിയപ്പെടുന്നത് ഇന്ദിരാ പോയിന്റ്. കേരളത്തിന്റെ തീരപ്രദേശത്തുൾപ്പെട്ട വലിയ നാശനഷ്ടം വരുത്തിയ സുനാമി ഉണ്ടായത്. അപ്പോൾ കേരളത്തിൽ സുനാമി ഉണ്ടായത് 2004 ഡിസംബർ 26-നാണ്. 2004 ഡിസംബർ 26-നാണ്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുടെ തലസ്ഥാനം പോർട്ട് ബ്ലെയർ. പോർട്ട് ബ്ലെയർ ആണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുടെ തലസ്ഥാനം. ബാരൻ അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്ന ദ്വീപ് നാർക്കോണ്ടം. നാർക്കോണ്ടം ദ്വീപിലാണ് ബാരൻ അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത്. ഉഷ്ണകാലത്ത് കർണാടക തീരത്തും കേരളത്തിലും മഴയ്ക്ക് കാരണമാകുന്ന പ്രാദേശിക കാറ്റ് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? മാംഗോ ഷവർ. മാംഗോ ഷവർ. മാമ്പഴങ്ങൾ പഴുക്കാൻ കാരണമാകുന്ന കാറ്റാണ് മാംഗോ ഷവർ. കേരളത്തിലും കർണാടകത്തിലുമാണ് മഴയ്ക്ക് കാരണമാകുന്നത് വേനൽക്കാലത്ത്. ഉഷ്ണകാലത്ത് പശ്ചിമ ബംഗാളിലും ആസാമിലും ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ആലിപ്പഴ വീഴ്ചയ്ക്കും കാരണമാകുന്ന പ്രാദേശിക വാദം എവിടെയൊക്കെയാണ്? ആസാമിലും ബംഗാളിലുമാണ് കാൽബൈശാഖി. കാൽബൈശാഖി അതും ഉഷ്ണകാലത്ത് ഉണ്ടാകുന്ന ഇടിമിന്നലോട് കൂടിയ മഴയാണ് കാൽബൈശാഖി. കറുപ്പ് യുദ്ധത്തിൽ ഒപ്പിയം വാർ പങ്കെടുത്ത രാജ്യങ്ങൾ ഏതൊക്കെ? ഇംഗ്ലണ്ടും ചൈനയും. ഇംഗ്ലണ്ടും ചൈനയുമാണ് കറുപ്പ് യുദ്ധത്തിൽ പങ്കെടുത്ത രാജ്യങ്ങൾ. വിളക്കേന്തിയ വനിത എന്നറിയപ്പെടുന്നത് ഫ്ലോറൻസ് നൈറ്റിംഗൽ ആണ്. ഫ്ലോറൻസ് നൈറ്റിംഗൽ ആണ് വിളക്കേന്തിയ വനിത എന്ന പേരിൽ അറിയപ്പെടുന്നത്. അന്തരീക്ഷ മർദ്ദം അളക്കുന്നതിനുള്ള ഏകകം ഹെക്ടോ പാസ്കൽ. ഹെക്ടോ പാസ്കൽ ആണ് അന്തരീക്ഷ മർദ്ദം അളക്കുന്നതിനുള്ള ഏകകം. ഉയരം കൂടുന്നതിനനുസരിച്ച് അന്തരീക്ഷ മർദ്ദം എന്താണ് ചെയ്യുന്നത്? കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു കൊടുമുടി അല്ലെങ്കിൽ ഒരു പർവ്വതത്തിന്റെ മുകളിൽ അന്തരീക്ഷ മർദ്ദം വളരെ കുറവായിരിക്കും. വർഷം മുഴുവൻ ഒരേ ദിശയിൽ വീശുന്ന കാറ്റാണ് സ്ഥിരവാദങ്ങൾ. വർഷം മുഴുവൻ സെയിം ഡയറക്ഷനിലാണ് ഈ കാറ്റുകൾ വീശിക്കൊണ്ടിരിക്കുന്നത്. സ്ഥിരവാദങ്ങൾ എന്നാണ് ഈ കാറ്റുകൾ അറിയപ്പെടുന്നത്. മൺസൂൺ എന്ന വാക്ക് മൗസിം എന്ന എന്ത് പദത്തിൽ നിന്നുണ്ടായതാണ്? മൗസിം എന്നത് അറബ് പദമാണ്. അറബ് പദം. വടക്കേ അമേരിക്കയിലെ റോക്കീസ് പർവ്വതനിരയുടെ കിഴക്കേ ചെരുവിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റാണ് ചിനൂക്ക്. ചിനൂക്ക് വടക്കേ അമേരിക്കയിലെ റോക്കീസ് പർവ്വതനിരയുടെ കിഴക്കേ ചെരുവിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റാണ് ചിനൂക്ക്. അടുത്ത ചോദ്യം, അന്തരീക്ഷത്തിൽ വെള്ള നിറത്തിൽ തൂവൽ കെട്ടുകൾ പോലെ കാണപ്പെടുന്ന മേഘങ്ങളാണ് സിറസ് മേഘങ്ങൾ. സിറസ് മേഘങ്ങൾ അന്തരീക്ഷത്തിൽ വെള്ള നിറത്തിൽ തൂവൽ കെട്ടുകൾ പോലെയാണ് കാണപ്പെടുന്നത്. സർവരാഷ്ട്ര സഖ്യം ലീഗ് ഓഫ് നേഷൻസിന്റെ രൂപീകരണത്തിന് വഴിതെളിച്ച ഉടമ്പടി ഏത്? വേഴ്സായ് സന്ധി 1919. ഈ സന്ധി പ്രകാരമാണ് ലീഗ് ഓഫ് നേഷൻസ് സർവ്വരാജ്യ സഖ്യം രൂപീകരിച്ചത്. അന്താരാഷ്ട്ര തലത്തിൽ ഔദ്യോഗിക സംഘടനകൾക്ക് തുടക്കം കുറിച്ച വിയന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുത്ത രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഫ്രാൻസ്, ബ്രിട്ടൻ, ഓസ്ട്രിയ. ഫ്രാൻസ്, ബ്രിട്ടൻ, ഓസ്ട്രിയ എന്നീ രാജ്യങ്ങളാണ് അന്താരാഷ്ട്ര തലത്തിൽ ഔദ്യോഗിക സംഘടനകൾക്ക് തുടക്കം കുറിച്ച വിയന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുത്തത്. ഫ്രാൻസ്, ബ്രിട്ടൻ, ഓസ്ട്രിയ. സമാധാനവും സുരക്ഷിതത്വവും നിലനിർത്താൻ 1941 ഓഗസ്റ്റ് 14 അറ്റ്ലാന്റിക് ചാർട്ടറിൽ ഒപ്പുവെച്ചത് ആരെല്ലാമാണ്? 1941 ഓഗസ്റ്റ് 14 അറ്റ്ലാന്റിക് ചാർട്ടർ ഒപ്പുവെച്ചത് ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റും വിൻസ്റ്റൺ ചർച്ചിലും ചേർന്നിട്ടാണ് ഒപ്പുവെച്ചത്. ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റും വിൻസ്റ്റൺ ചർച്ചിലും. ഐക്യരാഷ്ട്ര സംഘടന യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ നിലവിൽ വന്നത് എന്നാണ്? 1945 ഒക്ടോബർ 24. 1945 ഒക്ടോബർ 24 UNO സ്ഥാപിതമായത്. ലോകാരോഗ്യ സംഘടന WHO ആസ്ഥാനം എവിടെയാണ്? ജനീവ. ജനീവയിലാണ് WHO ആസ്ഥാനം. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ആസ്ഥാനം എവിടെയാണ്? നെതർലാൻഡ്സിലെ ഹേഗിലാണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. നെതർലാൻഡ്സിലെ ഹേഗിൽ. ലോക സമ്പദ് വ്യവസ്ഥയ്ക്ക് സുസ്ഥിരത കൈവരിക്കുവാൻ കഴിയുന്ന പ്രവർത്തനങ്ങൾ രൂപപ്പെടുത്തുന്നതിനായി സ്ഥാപിച്ച അന്താരാഷ്ട്ര നാണയനിധി IMFന്റെ ആസ്ഥാനം എവിടെയാണ്? വാഷിംഗ്ടൺ DC-യിലാണ് IMFന്റെ ആസ്ഥാനം. ലോക വ്യാപാര സംഘടന WTO രൂപം കൊണ്ടത് ഏതിൽ നിന്നാണ്? ഗാട്ടിൽ നിന്നാണ് ലോക വ്യാപാര സംഘടന WTO രൂപം കൊണ്ടത്.
യൂറോപ്യൻ യൂണിയൻ നിലവിൽ വന്ന വർഷം 1993. 1993 യൂറോപ്യൻ യൂണിയൻ നിലവിൽ വന്നത്. ഗ്രീൻ ബെൽറ്റ് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? ഗ്രീൻ ബെൽറ്റ് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് വാങ്കാരി മാതായി ആണ്. ചിപ്കോ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? സുന്ദർലാൽ ബഹുഗുണയാണ് ചിപ്കോ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത്. ഹരിതഗ്രഹ വാതകങ്ങളുടെ ബഹിർഗമനം നിയന്ത്രിക്കുന്നതിനായി രൂപം കൊണ്ട ഉച്ചകോടിയാണ് ക്യോട്ടോ പ്രോട്ടോകോൾ. ഹരിതഗ്രഹ വാതകങ്ങളുടെ ബഹിർഗമനം നിയന്ത്രിക്കുന്നതിനായി രൂപം കൊണ്ട ഉച്ചകോടി ഏതാണ്? ക്യോട്ടോ പ്രോട്ടോകോൾ ആണ്. മൊണാലിസ എന്ന ചിത്രം ആരുടെ സൃഷ്ടിയാണ്? ലിയോനാർഡോ ഡാവിഞ്ചി. ലിയോനാർഡോ ഡാവിഞ്ചിയുടെ സൃഷ്ടിയാണ് മൊണാലിസ. ഡോൺ ക്വിക്സോട്ട് എന്ന കൃതിയുടെ കർത്താവ് ആരാണ്? SCERT ഫാക്റ്റും കൂടിയാണ്. ഡോൺ ക്വിക്സോട്ട് എന്ന കൃതിയുടെ കർത്താവ് സെർവാന്റെയാണ്. അരാജകത്വം നിറഞ്ഞ ഫ്യൂഡൽ നാടുവാഴി ഭരണത്തെ തുറന്നു കാട്ടുന്ന രാജാവ് ദി പ്രിൻസ് എന്ന കൃതിയുടെ കർത്താവ്. ഈ ചോദ്യം റിപ്പീറ്റഡ് ചോദ്യമാണ്, PYQ ആണ്. അപ്പോൾ രാജാവ് ദി പ്രിൻസ് എന്ന കൃതിയുടെ കർത്താവ് നിക്കോളോ മാക്കിയവെല്ലിയാണ് ദി പ്രിൻസ് അഥവാ രാജാവ് എന്ന കൃതിയുടെ കർത്താവ്. കത്തോലിക്ക സഭയുടെ കാലഹരണപ്പെട്ട വിശ്വാസ പ്രമാണങ്ങളെ പരിഹസിച്ചുകൊണ്ട് ഡച്ച് ഭാഷയിൽ ഇറാസ്മസ് രചിച്ച കൃതി ഏത്? ഇൻ പ്രൈസ് ഓഫ് ഫോളി. SCERT ഫാക്റ്റ് ആണ്. ഇൻ പ്രൈസ് ഓഫ് ഫോളി, വിഡ്ഢിത്തത്തെ വാഴ്ത്തൽ. ഇൻ പ്രൈസ് ഓഫ് ഫോളി ആരാണ് രചിച്ചത്? ഇറാസ്മസ് കത്തോലിക്ക സഭയുടെ കാലഹരണപ്പെട്ട വിശ്വാസ പ്രമാണങ്ങളെ പരിഹസിച്ചുകൊണ്ട് ഡച്ച് ഭാഷയിൽ ഇറാസ്മസ് രചിച്ച കൃതിയാണ് വിഡ്ഢിത്തത്തെ വാഴ്ത്തൽ, ഇൻ പ്രൈസ് ഓഫ് ഫോളി എന്നത്. ഉട്ടോപ്പിയ എന്ന കൃതി രചിച്ചത് ആരാണ്? സർ തോമസ് മൂർ ആണ് ഉട്ടോപ്പിയ എന്ന കൃതി രചിച്ചത്. തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കിയ വർഷം. ഇതും SCERT ഫാക്റ്റ് ആണ്. തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കിയത് 1453 1453 തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കിയത്. ഇന്ത്യയിലേക്ക് ഒരു പുതിയ സമുദ്രമാർഗം കണ്ടെത്തിയതിനെ സുപ്രതീക്ഷിത മുനമ്പ് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് എന്ന് നാമകരണം ചെയ്തത് ആരാണ്? ജോൺ രണ്ടാമനാണ് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് എന്ന് സുപ്രതീക്ഷ മുനമ്പ് എന്ന് നാമകരണം ചെയ്തത്. സമുദ്രമാർഗത്തെ, ഇന്ത്യയിലേക്കുള്ള ഒരു പുതിയ സമുദ്രമാർഗത്തെ ആരാണ് നാമകരണം ചെയ്തത്? ജോൺ രണ്ടാമൻ. പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക എന്ന വിശുദ്ധ ഗ്രന്ഥം രചിച്ചത് ആര്? സർ ഐസക് ന്യൂട്ടൻ രചിച്ച ഗ്രന്ഥമാണ് പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക. സോഷ്യൽ കോൺട്രാക്ട് രചിച്ചത് ആരാണ്? റൂസോ ആണ് സോഷ്യൽ കോൺട്രാക്ട് രചിച്ചത്. ഇതും SCERT ഫാക്റ്റ് ആണ്. റൂസോ ആണ് സോഷ്യൽ കോൺട്രാക്ട് രചിച്ചത്. ഒന്നാം ലോക മഹായുദ്ധം ആരംഭിച്ച വർഷം 1914. 1914 ഒന്നാം ലോക മഹായുദ്ധം ആരംഭിച്ചത്. ഒന്നാം ലോക മഹായുദ്ധം നടക്കുമ്പോൾ സമാധാന ശ്രമത്തിന് ഭാഗമായി 14 പരിപാടികൾ തയ്യാറാക്കിയത് ആര്? ഒന്നാം ലോക മഹായുദ്ധം നടക്കുമ്പോൾ സമാധാന ശ്രമത്തിന്റെ ഭാഗമായി 14 പരിപാടി തയ്യാറാക്കിയത് വുഡ്രോ വിൽസൺ ആണ്. 14 പരിപാടി തയ്യാറാക്കിയത്. അവസാനത്തെ ചോദ്യം, മൂന്നാം ധ്രുവം എന്നറിയപ്പെടുന്ന ഹിമാനി ഏത്? മൂന്നാം ധ്രുവം എന്നറിയപ്പെടുന്ന ഹിമാനിയാണ് സിയാച്ചിൻ ഗ്ലേസിയർ. അപ്പോൾ ഫ്രണ്ട്സ്, ഇത്രയും ചോദ്യങ്ങൾ PSC എപ്പോഴും ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ഇനിയുള്ള റിപ്പീറ്റിംഗ് ചോദ്യങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. വീണ്ടും കാണാം. താങ്ക്